അഭിനയിക്കട്ടെ. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നു. ഈ ദൈവികത മാനുഷികതയിൽ ലയിച്ചു കഴിയുമ്പോൾ മാനുഷികതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? മാനുഷികത ദൈവീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. ഒന്നുകൂടി, ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ. കൃപയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ കൃപ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി. യേശുക്രിസ്തുവിൽ ആണ് കൃപയുടെ പൂർണ്ണത മുഴുവൻ. എന്താ യേശുക്രിസ്തുവിൽ പൂർണ്ണത എന്ന് പറയുന്നത്? യേശുക്രിസ്തു ദൈവമാണ്, എന്നാൽ അതേസമയം മനുഷ്യനാണ്. അപ്പൊ ദൈവികത ഈ മാനുഷികതയും ചേർന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് യേശു. ഈ യേശുവിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ്. അപ്പൊ നമ്മൾ ആഘോഷിച്ചു ക്രിസ്മസ്. അപ്പൊ എന്താണ് ക്രിസ്മസിൽ? ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. ആ ദൈവികത നമ്മൾക്ക് വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഓരോരുത്തരിലും ഈ ക്രിസ്മസ് അനുഭവമാകും. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അന്നത്തെ ഇസ്രായേല് മുഴുവനും ഇതിനു വേണ്ടി ദാഹിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലൂടെ അവർ പാടി പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് പാടി പ്രാർത്ഥിച്ചിരുന്നത്? എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഴുവൻ ഉള്ളടക്കം. 57-ാം സങ്കീർത്തനം. അതായത് യേശുവിന് 1000 വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഈ വരാനിരിക്കുന്ന യേശുവിന് വേണ്ടി ആ വരാനിരിക്കുന്ന കൃപയെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചു. അതാണ് സങ്കീർത്തനങ്ങൾ. അത് തന്നെ ഇസ്രായേൽ ജനം എല്ലാ ദിവസവും പാടുകയും അത് തന്നെ മാതാവും ഔസേപ്പിതാവും യേശുവും എന്നും പാടിയിരുന്നു. അപ്പോ അതാണ് നമ്മളിപ്പോ പാടാൻ പോകുന്നത്. യെസ്, ഷാജി. പാടി കേൾക്കട്ടെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകണം. ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ,
അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപ